നിങ്ങൾ തന്നെ പറഞ്ഞാൽ സാറേ നിങ്ങൾ പൊട്ടിക്കില്ല, പൊട്ടിക്കണ്ടെന്നാ പറയുന്നത്. ഞങ്ങളെ പൊട്ടിക്കും, ഞങ്ങളെ പൊട്ടിച്ചിരിക്കും, ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, പോലീസുകാരെ അറസ്റ്റ് ചെയ്യും, പോലീസുകാരെ സാറേ ഇത് ചെറിയ ഓലപ്പടാക്കി, ഇത് ചൈനീസ് പടക്കം, വലിയ ബോംബൊന്നും അല്ല ഇത്. ഇവിടെ ബോംബ് പൊട്ടിക്കുന്നു സാറേ, നമ്മുടെ മോറിക്കാരെ വലിയ ബോംബ് പൊട്ടിക്കുന്നു, ദീപാവലിക്ക് ഗുണ്ട് പൊട്ടിക്കുന്നു നടു റോഡില്. ഞങ്ങളെ ഒരു ഇത്രയും മാറി ആർക്കും ശല്യമില്ലാത്തത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അത് പാവം ബോബിച്ചെമ്മണ്ണൂരിന് വേണ്ടി ഞങ്ങളെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പ്രസ്താവന നടത്തിയതാണ്, മാലയിട്ട് പടക്കം പൊട്ടി സ്വീകരിക്കുന്നത്. ഈ തൃശ്ശൂർ പോയി ഞങ്ങൾ മാലയിടും, പടക്കം പൊട്ടിച്ചിട്ട് പോവാ, തൃശ്ശൂർ മാലയിടാൻ പോവാ. ഞങ്ങൾ എന്താ പോലീസ് അനുമതി ഇല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കും. ഇത് പോലീസ് ഒന്നും അല്ല ഇതിൽ. ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങളെ പൊട്ടിക്കും. ഓച്ച ജയിലിറങ്ങിയ സന്തോഷം ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കും. അതെന്തായാലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ, ജയിലിന് മുന്നിലാണ് എവിടെയാണെങ്കിൽ സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിന്റേതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കണ്ടേ? ഇവർക്കെതിരെ കേസെടുക്കോ? പോലീസ് അല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷൻ ആണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. നാളെ വേറൊരാൾ പടക്കം ഞത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കലേ നിവൃത്തിയുള്ളൂ. അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ സാറേ, ഇത് പ്രതിഷേധമല്ല, ഞങ്ങൾ ജീവനോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഞാൻ ആരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ പേര് പറയാൻ ഞങ്ങൾ ഇവിടെ വന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ പേരൊക്കെ പറഞ്ഞല്ലോ, നമുക്കൊരു ഭയവും ഇല്ല. അറസ്റ്റ് വരിക്കാനും ഞങ്ങൾ തയ്യാറാണ്, നീതിക്ക് വേണ്ടി എന്തിനും ഞങ്ങൾ തയ്യാറാണ്. അനീതിക്കെതിരെ പ്രവർത്തിക്കും കൂടി ഉണ്ടായില്ല. വെള്ളേടി ചേച്ചിയുടെ പേരെന്താ? എവിടെ സ്ഥലം? എറണാകുളം. സാറേ എറണാകുളത്ത് എവിടെ? പ്രസന്ന സാറേ, താന്തോന്നിത്തുരുത്തിലുള്ള പ്രസന്ന. ആ സാർ, മറ്റേ സുലേഖ, പിന്നെ അസോസിയേഷന്റെ സെക്രട്ടറി പ്രസിഡന്റ്, അങ്ങനെ 4 പേരും, പിന്നെ ഒരു 30 അങ്ങനെ. ആ സാർ അവരിൽ ആദ്യം ഉണ്ടായിരുന്ന കൂടുതൽ ആളുകൾ പിരിഞ്ഞു പോയി, ഇപ്പൊ ഏതാണ്ട് എല്ലാവരും ഉണ്ട്, ആരും പോയിട്ടൊന്നുമില്ല. ആ സാർ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരോട് നിൽക്കാൻ പറയണം സാറേ. അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ പറയുന്നു വലിയ വണ്ടി വിളിക്കാനാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. നടപടി നമ്മളൊരു ആക്ഷൻ, ഒരു പരാതി അല്ലെങ്കിൽ അതുപോലെ സംഭവം ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാലേ നടപടി. ഇപ്പൊ ഒഫൻസ് ഒന്നും ഉണ്ടായില്ല, അവരിവിടെ വന്ന് നിന്നു, ഞങ്ങൾ പറഞ്ഞപ്പോ അനുസരിച്ച് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ അവര് പോവുകയാണ്. പിന്നെന്താ, അവര് പോവുകയാണ്, അവര് നമ്മളെ അനുസരിച്ച്. പ്രതിഷേധിക്കാൻ വന്നാണോ? ഞാനിപ്പോ ഞാൻ കാണാൻ പടക്കം പൊട്ടിക്കുന്ന കാര്യം
ഇവരാരും പ്രതിഷേധിക്കാനല്ല അല്ലല്ല അയ്യോ എന്താണ് സാർ നടപടി എടുക്കുക? ഇവര് പറയുന്നത് പ്രതിഷേധിക്കാൻ വന്നതല്ല കാണാൻ ഞാനിപ്പോ ഒന്നല്ലേ കാണാൻ വന്നല്ലേ മാലിടാൻ വന്നത് അയാള് പോയി മാലിടാൻ പറ്റിയില്ല അപ്പൊ മാറിയിടാൻ ആരാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇതിന് ഇരയാക്കപ്പെട്ട ആളാണെങ്കിലും ഇവരെല്ലാവരും സത്യം തുറന്നു പറയണം. ഒരു രഹസ്യമൊഴി എന്ന് പറയുന്നത് എന്താണെന്ന് കോടതി തുറന്നു പറയട്ടെ. തുറന്നു പറഞ്ഞേ പറ്റൂ. രഹസ്യമൊഴിയിൽ എന്താണ് കളവ് പറഞ്ഞിരിക്കുന്നത് തുറന്നു പറയണം. സമൂഹത്തിന് മുൻപിൽ തുറന്നു പറഞ്ഞിരിക്കണം. എന്താണ് ഈ കേസിൽ നടക്കുന്ന സത്യവും അസത്യവും എന്താണെന്ന് അറിയണം. എല്ലാവർക്കും അറിയണം. ഇതുപോലെ സംസാരിച്ചിട്ടില്ല. ഇതുപോലെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ജനങ്ങൾ ഇവിടെ അറിയണം. ചെയ്ത കാര്യം ഇവരൊന്ന് ചിന്തിച്ചുകൂടെ? എല്ലാ ജനങ്ങളും അറിയണം. അതെന്തായാലും അറിയണമല്ലോ. നമ്മളൊക്കെ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കിയിരിക്കണേ. ഞാനൊരു സാധാരണ വീട്ടിലും കുടിയിൽ വന്ന വ്യക്തിയാണ്. സാറിന്റെ വ്യക്തി കൂടെയാണ്. കാരണം മനുഷ്യനാണ്. പാവങ്ങളെ പട്ടിണി അറിയുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങൾ ഒരു വ്യക്തിയാണ്. തെറ്റുകൾ ചെയ്യാത്ത ആരുണ്ട് സാറേ ഈ ലോകത്ത്? ഏതൊരു മനുഷ്യനും തെറ്റ് ഞങ്ങൾ തൃശ്ശൂർ മോച്ചയുടെ കിട്ടി വെച്ച് മാലയിട്ട് അദ്ദേഹത്തിന് പടക്കം പൊട്ടിച്ച് സ്നേഹം കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ പടക്കം പൊട്ടിക്കുവാണ്. തൃശ്ശൂർ പടക്കം പൊട്ടിക്കുക മോച്ചയുടെ മുമ്പ് 80% ആൾക്കാരും മോച്ചയ്ക്ക് അനുകൂലമാണ്. 80% ആൾക്കാർക്കും മോച്ചയ്ക്ക് അനുകൂലമാണ്. മോച്ചയ്ക്ക് അനുകൂലമാണ് 80% ആൾക്കാർ. കുറെ കാലത്തേക്ക് ആദ്യം ശ്രമിച്ചല്ലേ ഒരു തീപ്പെട്ടി കാണിച്ചിട്ടോ ഒരു പടക്കമെങ്കിലും 90 ദിവസം വരെ ആരെങ്കിലും ഒരു തീപ്പെട്ടി തരുമോ? തിരിയില്ല കേട്ടോ. അത് തിരിയൊക്കെ ഉണ്ട്. തിരിയുണ്ട്. ചേട്ടാ അതിന് തിരിയൊന്നുമില്ല, മരുന്നും തീർന്നു. കൈക്ക് എന്തായാലും മാലയിടാനുള്ള പരിപാടി എങ്ങനെ ചെയ്യും ബാക്കി? അതെ 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 അത് ചെയ്തോളാം. ഞങ്ങൾ പടക്കം പൊട്ടിക്കും, എല്ലാം പൊട്ടിക്കും. ഞങ്ങൾ പൊട്ടിച്ചിട്ടോളൂ ഇവിടുന്ന് പോകും. ഞങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ പൊട്ടിച്ചിട്ടോളൂ പോകും. നമ്മുടെ പ്രസിഡന്റ് അവിടെ പോയി. നമ്മുടെ പ്രസിഡന്റ് അവിടെ പോയി. നമ്മുടെ പടക്കം നമ്മൾ പൊട്ടിച്ചിരിക്കും. ഞങ്ങൾ പൊട്ടിച്ചിട്ടോളൂ പോകുള്ളൂ. ഞങ്ങളെ ബോച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾക്കാരുടെ മെൻസ് അസോസിയേഷൻ വാക്ക് പാലിച്ചിരിക്കും. ഇന്ന് വരെ വാക്ക് പാലിച്ചിട്ടുണ്ട്. കള്ള വ്യാജ പോക്സോ കേസിലും കള്ള കേസിലും പെണ്ണുങ്ങൾ പുരുഷന്മാരെ അകത്തിടുന്നതിന് ഞങ്ങൾ ശക്തമായ നിലയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. അദ്ദേഹം പ്രസിഡന്റാണ്. ഞങ്ങൾ രണ്ടും ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇവിടെ ഞങ്ങൾ കള്ളക്കേസിൽ 160 ദിവസം കള്ളക്കേസിൽ 100% ജഡ്ജിമെന്റ് വിധി വന്ന ഒരാളാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഓൾ കേരള ഒന്നും പോവില്ല 100% ഓണമെന്ന് പറഞ്ഞാലോ ഞങ്ങൾ പൊട്ടിക്കോളാൻ പറഞ്ഞിട്ട് വീണ്ടും അവർ തൃശ്ശൂർ പോയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ പടക്കം പൊട്ടി അദ്ദേഹത്തിന് ആരംഭിച്ച് ചെയ്യും. ഓക്കെ പെണ്ണുങ്ങളെ പുള്ളി അകത്തിട്ടത് ഒരു യൂട്യൂബ് ചാനലുകാരൻ കയറി ഇരുന്നോണ്ട് ഇന്നലെ ഇവിടെ വന്ന് പെണ്ണുങ്ങളെ ആക്ഷേപിച്ച് എന്തൊക്കെയാണെന്ന് അറിയോ? മോയന്തുകളെന്നാ പെണ്ണുങ്ങളെ എല്ലാവരും കൂടി ചേർന്ന് വിളിച്ചത്. ഇവിടെ വന്നിരുന്നു ഏതൊരു ചാനലുകാരൻ JBI എന്ന് പറയുന്ന ഒരു ചാനലുകാരൻ എന്നാലേ ചോക്കാം. അതും ഇവിടെ വന്നിരുന്നതും പെണ്ണുങ്ങളല്ലേ. ആരും വിളിച്ചിട്ട് വന്നതല്ല, ബോച്ചെ പറഞ്ഞിട്ട് വന്നതല്ല. ബോച്ചയോടുള്ള സ്നേഹം കൊണ്ട് വന്നതാ. ആ മനുഷ്യൻ ചെയ്ത നന്മകൾ ഓർത്തിട്ട് വന്നതാ. അല്ലാതെ വെറുതെ വന്നതല്ല. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതൊക്കെ 500 രൂപയും ക്വാർട്ടറും ബിരിയാണിയും കൊടുത്തിട്ട് വന്നവരുമല്ല ഞങ്ങളാരും. ഞങ്ങൾ ഈ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നന്മ പ്രവർത്തനം ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പെരക്കകത്തിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പെരക്കകത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു കർട്ടന്റെ മറവിൽ ഇരുന്നുകൊണ്ട് എന്ത് തോന്നിയാസം പറയപ്പെടുന്നു ആർക്കും ഒരു പ്രശ്നമല്ല. അത് ഈ പറഞ്ഞത് മൊത്തം പെണ്ണുങ്ങളെയാ. ഈ പറഞ്ഞ മൊത്തം പെണ്ണുങ്ങൾ ഇവിടെ വന്നിരുന്ന പെണ്ണുങ്ങളല്ലേ. അവർക്ക് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, മക്കളും ഉണ്ട്, എല്ലാരും കാണുന്നുണ്ട്. അവരെ ചേർത്ത് വെച്ച് ഓരോരുത്തന്മാർ അവിടെ ഇരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും പ്രതികരിക്കണ്ട. ബോബി ചെമ്മണ്ണൂർ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ ആ കാഴ്ചയിലാണ് അത് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പം. മനസ്സിലായില്ലേ? അല്ലാതെ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. അദ്ദേഹം ഒരു ഏത്തക്കാപ്പ് എടുത്ത് വെച്ചാൽ അതിനും കമന്റ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുള്ള ദുഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന കാണുന്ന കമന്റ് അടിക്കുന്ന നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആളുകളുടെ ദുഷിപ്പ്, ആ ദുഷിപ്പൊന്നും അദ്ദേഹത്തെ ഒരു ചെറിയ ഒരു ഇല പോലും അനക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു മുടിനാര് പോലും അനക്കത്തില്ല. കാരണം എന്താ അറിയോ? ആയിരക്കണക്കിന് ആളുകളുടെ സ്നേഹം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്.
അതൊന്നും ആർക്കും തകർക്കാൻ പറ്റത്തില്ല. മനസ്സിലായിക്കോളൂ. റഹീമിന്റെ കേസ് തന്നെ ഒറ്റ ദിവസം കൊണ്ട് എത്ര കോടി രൂപ പ്രതികരിക്കാൻ പറ്റുന്ന വേണ്ടേ? പ്രതികരിക്കാൻ പറ്റുന്ന ഞാനെങ്ങനെ പ്രതികരിക്കും? അവിടെ വന്നില്ല പെണ്ണുങ്ങളെല്ലാം ഗവൺമെന്റിന് ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചെയ്തത് എന്താണ്? ഏറ്റവും വലിയ ദ്രോഹമാണ്. ഞങ്ങൾ അമ്മമാരായ ആളുകൾ പറയുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. 20 കൊല്ലത്തിന് മുമ്പും ഈ പറയുന്ന വിടുവായത്തൊക്കെ ഉണ്ട്. ചെറുപ്പം മുതലുള്ള ചെറിയ ചെറിയ തെറ്റുകളാണ് വായിൽ നിന്ന് അബദ്ധങ്ങൾ വരുന്നത്. അല്ലാതെ ആ ഒരു മനുഷ്യൻ ഈ ഒരു സ്ത്രീയെയോ സ്ത്രീകളെയോ നോക്കി അവരെ വേറൊരു ചേഷ്ടകളാലും വേറൊരു കണ്ണുകളാലും വെച്ചൊന്നുമല്ല. നല്ലൊരു മനുഷ്യ സ്നേഹി എന്ന് പറയുന്നുണ്ട്. മനുഷ്യ സ്നേഹി തന്നെയാണ്. കേരളത്തിൽ 2 നിയമമാണ്. പണമുള്ളവന് ഒരു നിയമം, പണം ഇല്ലാത്തവന് ഒരു നിയമം. എന്തേ ചാനലുകാര് എന്തേ ചോദിക്കാത്തത്? സത്യം എവിടെയാണ്? ചാനലുകാര് ചോദിക്കട്ടെ, ജനങ്ങൾ ചോദിക്കട്ടെ. ഈ രഹസ്യമൊഴിയിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? ആർക്കും എന്തും കള്ളക്കഥ ഉണ്ടാക്കാം. നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കോ. കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. കോടതി ഇലക്ഷൻ അല്ലേ? അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ഇലക്ഷൻ ഇവിടെ കോടതി ഇലക്ഷൻ അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി. ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. കടലാസ് അല്ല, മോശ ഇന്നലെ ഇറങ്ങാതിരുന്നല്ല. ശല്യം ചെയ്യാതിരിക്കും. കുറച്ചു പേർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി അതൊരു നാടകമായിരുന്നു. ഇപ്പൊ ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ജയിലിൽ